ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഇപ്പോഴും മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ്. സഞ്ചാരികൾക്ക് ഇത് ഏറെ സന്തോഷം പകരുന്നു. ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും മൂന്നാറിലെ തണുപ്പ് കുറഞ്ഞിട്ടില്ല. മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ഇപ്പോഴും ശൈത്യത്തിന്റെ പിടിയിലാണ്. ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0 താഴെയുമെത്തി. മൂന്നാറിലെ ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുവീഴ്ചയുമുണ്ടായി. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർക്കാലങ്ങളിൽ മൂന്നാർ തണുത്ത് വിറയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ 3-ാം തീയതി, അതായത് ഫെബ്രുവരി 3-ാം തീയതിക്ക് ശേഷം ഇന്നേ വരെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിലോ 5 ആണ്. ഇന്ന് രാവിലെ കൂടെ 2 ഡിഗ്രിയാണ്. ഇന്നലെ 2 ഡിഗ്രി, മിനിഞ്ഞാന്ന് 4 ഡിഗ്രി. അപ്പോൾ തണുപ്പ് എന്താണെന്ന് അറിയത്തില്ല. വളരെ ഒരു മാറ്റമാണ്. ഇതിപ്പോൾ ഞാൻ പലരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഫോറിനേഴ്സ് വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറയുന്നൊരു ഭാഗത അവിടെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞിട്ടും വീണ്ടും തണുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. ശൈത്യം വിട്ടുമാറാത്ത സഞ്ചാരികൾക്കും ഏറെ സന്തോഷം പകരുകയാണ്. Beautiful climate in Munnar. Very cool in the morning, then soon warms up. Yes, I love Munnar. Second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിര് പുതയും. ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷാക്കാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് കുറവാണ്. മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും. നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്ത മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ആദ്യമായാണ് ഫെബ്രുവരി 2-ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.